ജോലി നോക്കിയിട്ട് വരുന്നത് ലുക്കിംഗ് ഫോർ എ ജോബ്. ഒത്തിരി സ്ഥലത്ത് പോയിട്ട് കിട്ടിയില്ല. അവസാനം ഒരു ഫാം ഹൗസിലെത്തി. ഫാം ഹൗസ് എന്ന് അറിയില്ല. ഫാം ഹൗസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ ഉണ്ട്, അവിടെ ഫ്രൂട്ട്സ് ഉണ്ട്, കൗസ് ഉണ്ട്, ഗോഡ്സ് ഉണ്ട്, എല്ലാം ഉണ്ട്, എല്ലാ ആനിമൽസും എല്ലാം അവിടെ ഫാം ഹൗസ്. അവിടുത്തെ ഓണറെ വിളിച്ച് പറഞ്ഞു ജോലിയിലോട്ട് വിളിച്ചു പറഞ്ഞു, വലിയ ഡിപ്ലോമയും വലിയ സർട്ടിഫിക്കറ്റ് ഒക്കെ ആയിട്ട് വന്നതാണ്. അപ്പോൾ പറഞ്ഞു നിനക്ക് വലിയ ജോലിയൊന്നും ഇവിടെയില്ല, വേണമെങ്കിൽ ഫാമിൽ ജോലി തരാം, പക്ഷെ നീ പ്രൂവ് ചെയ്യണം നീ കേപ്പബിൾ ആണെന്ന്. ഞാൻ പറഞ്ഞു പുള്ളി പറഞ്ഞു ഓണർ പറഞ്ഞു സിമ്പിൾ ടെസ്റ്റാണ്. ഞാൻ 3 ബുൾസിനെ 3 കാളകളെ ഞാൻ ഓരോന്നായിട്ട് കൈവേ നീ ഏതെങ്കിലും ഒരു കാളയുടെ വാല പിടിച്ചു കഴിഞ്ഞാൽ ജോലി തരാം. മുരി വാല പിടിച്ചു കഴിഞ്ഞാൽ ജോലി തരും. അപ്പോൾ മുരുവാ ചുമ്മാ നിസ്സാര ഒരു ജോലിയാണ്, ഞാൻ അത് തീർച്ചയായിട്ടും എനിക്ക് കിട്ടുന്നത്. അപ്പോൾ പുള്ളിയെ ഈ ആളുകളെല്ലാം കിട്ടുന്ന സ്ഥലത്തെ ഗേറ്റ്മെന്റ് ഇത് പറഞ്ഞ് ഞാൻ നീ റെഡി ആവുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഗേറ്റ് ഓപ്പൺ ചെയ്യും, ആളുകൾ ആളുടെ വല പിടിച്ചാൽ. അപ്പോൾ ഓണർ ചോദിച്ചു, "Young man, are you ready?" He said, "Yes sir, I am ready." So he opened the gate. അപ്പോൾ പുള്ളി പറഞ്ഞു 3 ഉണ്ട്, നേരത്തെ ഒരെണ്ണം പിടിച്ചാൽ മതി. ഞാൻ ആദ്യത്തെ കാള എങ്ങനെയാണ് പോകുന്നു, അത് കഴിഞ്ഞ് രണ്ടാമത്തെ കാള പിടിക്കാൻ. ആദ്യത്തെ കാള പോയി ഒരെണ്ണം ഗേറ്റ് കൊടുത്തപ്പോൾ ആദ്യത്തെ കാള മര്യാദയ്ക്ക് പോയി. ഒക്കെ എങ്ങനെയാണ് കാളയ്ക്ക് എത്ര സൈസ് ഉണ്ട്, കാളയുടെ ഭാഗം പുറകിലാണ്, എല്ലാ കാര്യങ്ങളും കണ്ടുപിടിച്ചു. ഞാൻ ആദ്യത്തെ കാളനെ ഒബ്സർവ് ചെയ്തോളൂ, പിടിച്ചില്ല. വല പിടിക്കായിരുന്നു, പക്ഷെ പിടിച്ചില്ല. അത് നമുക്ക് 2 ചാൻസ് ഇനിയും കിടപ്പുണ്ടല്ലോ. Always, "Young man, what happened? Why didn't he catch?" "Sir, I was just observing. I had 2 more chances and catch him." Then he asked me, "Young man, are you ready for the second?" He said, "Yes sir, now I am ready." പുള്ളി ഇങ്ങനെ നോക്കിയിരുന്നപ്പോഴത്തേക്കും രണ്ടാമത്തെ ഗേറ്റിനോട് ഒരു വലിയൊരു കാള പോയി. പുള്ളി നോക്കിയപാടെ കാള പോയി. ആദ്യത്തെ കാള ഇല്ലായിരുന്നു, പക്ഷെ രണ്ടാമത്തെ കാള പിടിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ പിടിക്കാൻ പറ്റില്ല. ഞാൻ വിചാരിച്ചു എത്ര ചാൻസ് കൂടിയുണ്ട്, ഒരെണ്ണം കൂടി ഉണ്ട്. അവൻ പറഞ്ഞു എങ്ങനെയായാലും ഞാൻ കാളെ വാലി പിടിച്ചിരിക്കണം. അത് ഇത്രയും നാളെ ഞാൻ തമ്മിൽ ജോലിയാണ്, ഈ വാലി പിടിച്ചില്ലെങ്കിൽ അത് ജോലി പോകും, ജോലി കിട്ടില്ല. അതാണ് എങ്ങനെ പോയാലും ഞാൻ അപ്പോൾ അവരെ മനസ്സിലായി ഓണേഴ്സ് എങ്ങനെയാണ് കാള വരുന്നത്. അപ്പോൾ റെഡിയായിട്ട് ഇപ്പോൾ ഓണർ ചോദിച്ചു, "Are you ready?" "Yes sir, I am doubly ready." He opened the gate. The bull came. He jumped. He knew. അവന് മനസ്സിലായി കാളയുടെ ഏകദേശം അവിടെ വാലൊക്കെയാണെന്ന് അറിയാമല്ലോ. അപ്പോൾ വാലുള്ള സ്ഥലത്തേക്ക് ഡൈവ് ചെയ്ത് പിടിക്കാനായിട്ട് കറക്റ്റ് പ്ലേസിലൊക്കെ ഡൈവ് ചെയ്തു. പക്ഷെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, ആ കാളയ്ക്ക് വാലില്ല. ഒരു കഥ പറഞ്ഞതാ, പക്ഷേ ഒരു മെസ്സേജ് എടുത്തില്ലായിരുന്നു. എന്താണ് മെസ്സേജ്? Don't wait for the last opportunity. First opportunity. ആദ്യത്തെ കാളനെ ഈസി ആയിട്ട് പിടിക്കായിരുന്നു, അവൻ പിടിച്ചില്ല. കാരണം രണ്ട് ചാൻസുകളൊന്നും നോക്കില്ല. പോയി രണ്ടാമത്തെ പിടിക്കാതെ പറ്റില്ല, മൂന്നാമത്തെ കാള് വാലില്ല. സോ ദിസ് ഈസ് ലൈഫ്. ലൈഫ് ഇങ്ങനെയാണ്. Opportunities won't wait for you. You have to grab